ഒരു വിഷയത്തെക്കുറിച്ച് ഏറ്റവും കുറവ് അറിവുള്ളവർക്കായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകുക. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു അപകട സത്യമാണിത്. ഇതിന്റെ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. വെൽക്കം ടു സീകോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. 1999 ഡേവിഡ് ഡണ്ണിങ്, ജസ്റ്റിൻ ക്രൂഗർ എന്ന രണ്ട് മനഃശാസ്ത്രജ്ഞരാണ് ഈ പ്രതിഭാസം കണ്ടെത്തുന്നത്. ഇതിനെ വ്യക്തമാക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. ഇതിന്റെ തുടക്കത്തിൽ അറിവ് വളരെ കുറവായിരിക്കുമ്പോൾ കോൺഫിഡൻസ് അതിന്റെ ഏറ്റവും മുകളിലായിരിക്കും. മനഃശാസ്ത്രത്തിൽ ആ കൊടുമുടിയെ വിളിക്കുന്ന പേര് എന്താണെന്നോ? മൗണ്ട് സ്റ്റുപ്പിഡ് അഥവാ വിഡ്ഢിത്തത്തിന്റെ കൊടുമുടി. ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും എനിക്കെല്ലാം അറിയാം എന്ന് ഭാവിക്കുന്ന അവസ്ഥയാണിത്. നമ്മൾ ചായക്കടകളിലോ സോഷ്യൽ മീഡിയ കമന്റുകളിലോ ഒക്കെ കാണുന്ന പല വൻ ജ്ഞാനികളും നിൽക്കുന്നത് ഈ മൗണ്ട് സ്റ്റുപ്പിഡ് എന്ന കൊടുമുടിയിലാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആത്മവിശ്വാസം വരുന്നത്? കാരണം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് അത് എത്രത്തോളം വലിയതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകൂ. എന്നാൽ ഒന്നും അറിയാത്ത ഒരാൾക്ക് തങ്ങൾക്ക് എന്താണ് അറിയാത്തത് എന്ന് പോലും തിരിച്ചറിയാനുള്ള അറിവുണ്ടാവില്ല. താൻ ചിന്തിക്കുന്ന ചെറിയ വൃത്തമാണ് ലോകമെന്ന് ഇവർ വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഭയവുമില്ലാതെ വലിയ വലിയ കാര്യങ്ങൾ ഇവർ വിളിച്ചു പറയും. ഇനിയാണ് ഈ ഗ്രാഫിലെ അടുത്ത വലിയ ട്വിസ്റ്റ്. ഈ വ്യക്തി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഗ്രാഫ് നേരെ താഴേക്ക് വരും. ആ അവസ്ഥയെ വാല്യൂ ഓഫ് ഡിസ്പെയർ എന്ന് വിളിക്കും. അതായത് ദൈവമേ, എനിക്കൊന്നും അറിയായിരുന്നില്ല, എല്ലാം പുകമറയായിരുന്നല്ലേ എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവിടെ നമ്മുടെ കോൺഫിഡൻസ് പൂർണ്ണമായും തകരും. പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വലിയൊരു എക്സ്പേർട്ടായി മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ കോൺഫിഡൻസ് വീണ്ടും പതിയെ തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് വലിയ അറിവുള്ളവർ എപ്പോഴും എളിമയോടും സംശയത്തോടും സംസാരിക്കുന്നത്. കാരണം തങ്ങൾക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അവർക്ക് നന്നായി അറിയാം. ചുരുക്കത്തിൽ അറിവില്ലായ്മ തരുന്ന ഒരു വ്യാജ ധൈര്യമാണ് പലരെയും നയിക്കുന്നത്. ലോക പ്രശസ്ത ഫിലോസഫർ സോക്രട്ടീസ് പണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്: എനിക്ക് ഒരേ ഒരു കാര്യമേ അറിയൂ, എനിക്കൊന്നും അറിയില്ല എന്ന കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് മൗണ്ട് സ്റ്റുപ്പിഡിലാണോ അതോ യഥാർത്ഥ അറിവിലാണോ എന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒരു കാര്യവും അറിയാതെ വലിയ കാര്യക്കാരെ പോലെ സംസാരിക്കുന്ന ഇത്തരം മൗണ്ട് സ്റ്റുപ്പിഡ് കൂട്ടുകാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.